ശ്രീ ആർ ചന്ദ്രശേഖർ ഉയർന്ന വാദങ്ങൾ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഒരുപാട് സാങ്കേതികത്വം പറഞ്ഞു. ബന്ധുക്കൾക്ക് നോട്ടീസ് കൊടുത്തില്ല, അവരെ ഹിയർ ചെയ്തില്ല, സബ് കളക്ടർ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് തുടങ്ങി നാളെ ആരുടെ മൃതദേഹവും ഇതുപോലെ തോണ്ടില്ലേ എന്ന് വരെ നമ്മൾ കേട്ടു. ഒരു വളരെ ദുരൂഹമായ, സംസ്ഥാന ചരിത്രത്തിൽ തന്നെ നടന്നിട്ടുള്ള അങ്ങേയറ്റം ദുരൂഹമായ ഒരു മരണത്തിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ പേക്കൂത്തിനെ ന്യായീകരിക്കാൻ ഈ പറയുന്ന വാദങ്ങൾ വിലപ്പോകുന്നതാണോ? താങ്കൾ എന്ത് ചിന്തിക്കുന്നു അക്കാര്യത്തിൽ? അല്ല, ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു മരണമായിട്ട് ഇതിനെ ഇക്വേറ്റ് ചെയ്യേണ്ട കാര്യം. അവർ പോലും ഇതിനെ വിളിക്കുന്നത് സമാധി എന്നാണ്. അച്ഛൻ മരിച്ചിട്ടില്ല എന്ന് പറയുന്നു, ഭാര്യ പറയുന്നു ഭർത്താവ് മരിച്ചിട്ടില്ല, സമാധിയാണ് ആയതെന്ന് പറയുന്നു. സമാധി അല്ല ആയത്, അല്ലെങ്കിൽ ജീവനോടെയാണ് അതിനകത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ മാൻ മിസ്സിംഗ് കേസാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തുറക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി സാധാരണ ഏതെങ്കിലും വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സംസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ വിളിച്ച് ഇതുപോലെ ആരെങ്കിലും വിളിച്ച് എക്സ്യൂം ചെയ്യില്ലേ എന്നുള്ള ചോദ്യം. അങ്ങനെ സംഭവിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് മരണമെങ്കിലും മരണം സ്ഥിരീകരിക്കാൻ ഒന്നുകിൽ ഒരു ഡോക്ടറിനെ വിളിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അവിടെ പഞ്ചായത്ത് മെമ്പറുണ്ട്. ഇതാരും കാണാതെ ഇതിനകത്ത് ഈ കല്ലറയ്ക്കകത്ത് ആളുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നാട്ടുകാർക്ക് സംശയമുണ്ടെങ്കിൽ, അത് ഈ 2 സാക്ഷികൾ ഒപ്പിടണം എന്ന് പറയുന്നത് ബന്ധുക്കളോ അച്ഛനോ അമ്മയോ മക്കളോ ഒന്നും പോരാ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 പേര് ഒപ്പിടണം എന്നാണ്. എന്നാലേ നിങ്ങൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇപ്പം സമാധിയാണെങ്കിൽ എന്തായാലും ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമല്ലോ ബാക്കിയുള്ള കാര്യത്തിനായാലും. അപ്പോൾ അത് നടക്കില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു കാര്യം. ഒരു കാര്യം കൂടെ സമാധിയെ പറ്റി പറഞ്ഞോട്ടെ. ഈ സമാധി എന്ന് പറയുന്നത് തന്നെ അന്ധവിശ്വാസമാണ്. ഇതിനകത്തുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ഇത് ശരിയായ സമാധിയാണോ അല്ല ഇത് ഒറിജിനൽ സമാധിയാണോ എന്നുള്ളതാണ് ഇവിടെ ആളുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കാണുന്നത്, ചാനലുകളിലായാലും ഒക്കെ. അപ്പോൾ ഈ സമാധിയുടെ പ്രശ്നം എന്താണ്? ഇത് സാധാരണ സമാധിയല്ല, ജീവൽ സമാധിയാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇപ്പോൾ സദ്ഗുരു ഒക്കെ പറയുന്നുണ്ട് മഹാസമാധി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഒരാൾ സ്വയം ഇച്ഛിക്കുന്ന സമയത്ത് പോവുക, മരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇദ്ദേഹം സ്വർഗ്ഗവാതിൽ ഏകാദശി എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. സ്വർഗ്ഗവാതിൽ ഏകാദശിയുടെ അന്ന് സ്വയം ജീവൻ ത്യജിക്കാൻ അവരുടെ ഭാഷ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചിട്ട് അന്ന് മരിക്കുന്നുള്ള നമുക്കെല്ലാം പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇപ്പം മരണം എന്നുള്ള വാക്കിന് സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും സമാധിയാവും. പക്ഷേ എന്ന് സമാധിയാവും എന്ന് പറയണമെങ്കിൽ അതിനകത്ത് നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ ആത്മഹത്യ എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ ഉള്ളൂ. ഇന്ന് വേണം, ഈ നിമിഷം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സ്വർഗ്ഗവാതിൽ ഏകാദശിയുടെ അന്ന് അച്ഛൻ സമാധിയാവുമെന്ന് പറഞ്ഞു, അന്ന് മരിക്കുന്നു എന്ന് പറയുന്നത് വളരെ ദുരൂഹമായിട്ടുള്ളൊരു കേസാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എന്താണ് നടന്നെന്നുള്ളത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇദ്ദേഹം വളരെ കുറച്ച് ആഹാരം മാത്രമാണ് കഴിക്കുന്ന ഒരാളെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ ആഹാരം കുറച്ച് കഴിക്കുകയും ഇൻസുലിൻ എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കുറഞ്ഞു പോകാൻ, ഹൈപ്പോഗ്ലൈസീമിയ പോലെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഒരു കോമ സ്റ്റേജിലോ അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ, ഷുഗർ കൂടിയിട്ട് ഒരു രോഗിയായിട്ടുള്ള ആളായതുകൊണ്ട് ഇനി കൂടിയിട്ടൊക്കെ ആണെങ്കിലും ഇവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇദ്ദേഹം ശരിക്കും മരിച്ചോ ഇല്ലയോ എന്നുള്ളത്? ഇതൊന്നും അറിയാതെ ഒരാളെ അകത്ത് വെച്ച് മൂടിയതാണെങ്കിലോ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് അറിയുകയല്ലേ വേണ്ടത്. ഞാൻ അതാണ് നേരത്തെ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം. ഇദ്ദേഹത്തെ തുറന്ന് പുറത്തെടുക്കുന്നത് വഴി ഇവർക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. ഇനി അത് ശരിയായ മരണമായിരുന്നു, അത് സ്വാഭാവികമായ മരണമായിരുന്നു എന്നുണ്ടെങ്കിലും ഇവർക്ക് ഇത്രയും പവിത്രമായിട്ടുള്ള ഒരു സമാധി കിട്ടുകയല്ലേ. അവർക്കത് അവിടെ ആളുകൾ കൂടുതൽ വരികയും അത് വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറുകയല്ലേ ഉള്ളൂ. കുടുംബത്തിന് എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്, മനസ്സിലായി. പക്ഷേ ഇവരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോൾ അതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പെരുമാറുന്ന പോലെ അല്ല കാണിക്കുന്നത്. പലതും വളരെ ഹിസ്റ്റീരിക് ആയിട്ടാണ് അവർ പെരുമാറുന്നതായിട്ടാണ് എനിക്ക്. ആ ഹിസ്റ്റീരിയയുടെ പിറകിൽ എന്താണ് എന്നുള്ളതാണ് അവരുടെ വാക്കുകൾ. സാധാരണ നിലയിൽ നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കാത്ത പല വാക്കുകൾ ഉപയോഗിക്കുന്നത് കേൾക്കുകയുണ്ടായി. ഇവിടെ